ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സാമുദായിക സംഘടനകളോടുള്ള നിലപാട് മയപ്പെടുത്തുകയാണ് വി.ഡി. സതീശൻ. ഒന്നരാണ്ട് അപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളിലിട്ട് കോൺഗ്രസിനകത്ത് തുടങ്ങിയ കസേരക്കളിയിൽ കളത്തിനു പുറത്തു പോകരുതെന്ന പ്രതിപക്ഷ നേതാവിനറിയാം. പൊതുജന വിമർശനങ്ങളേറെ ഏറ്റുവാങ്ങിയ രണ്ടാം പിണറായി സർക്കാർ കാലത്ത് മുക്കാൽ ഭാഗവും പ്രതിപക്ഷ ബാറ്റണുമായി മുന്നിലോടിയിട്ട് അവസാന ലാപ്പിൽ ആ ബാറ്റൺ വി.ഡി. സതീശൻ മറ്റാർക്കും മനഃപൂർവ്വം കൈമാറാനിടയില്ല. വരും തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറുമെന്നതിൽ യു.ഡി.എഫിന് ആത്മവിശ്വാസക്കുറവില്ല. പഴയ പോലെയല്ല സാഹചര്യം. നേതൃത്വത്തിന്റെ അച്ചുതണ്ടിലില്ലാത്ത വി.ഡി.യല്ല ഇപ്പോൾ. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം ഏറ്റെടുക്കേണ്ടി വരും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാമുദായിക സംഘടനകൾക്കുള്ള പങ്ക് മറ്റാരെക്കാളും നന്നായി അരനൂറ്റാണ്ടോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾക്കറിയാം. ചോദ്യം ഇതാണ്: വി.ഡി. മയപ്പെട്ടു? ചർച്ചയിൽ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. എൻ ശ്രീകുമാർ, ഇപ്പോൾ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നേരത്തെ വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണത്തിൽ നിന്നും ഇന്നത്തെ പ്രതികരണം എങ്ങനെ വ്യത്യസ്തമാകുന്നു? സ്മൃതി, രാഷ്ട്രീയം എന്ന് പറയുന്നത് സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടിയാണ്. അത് ആ അഭിപ്രായം പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വിമർശിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അന്തിമമായ വാക്ക് എന്ന് ആരും കരുതാറില്ല. വി.ഡി. സതീശൻ ഇന്ന് കേരളത്തിലെ യു.ഡി.എഫിനെ നയിക്കുന്ന ചെയർമാനാണ്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുന്നൊരു വിഷയം രമേശ് ചെന്നിത്തലയെ NSS മന്നം ജയന്തിക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ആ ക്ഷണം കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ എന്നും സതീശനാണോ ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആകുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന് ആ ചർച്ചയുടെ അടിസ്ഥാനമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കാനും അത്തരം ചർച്ചകൾക്ക് വിരാമമിടാനുമുള്ള ഒരു ഉന്നതമായ രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയാണെന്ന് വി.ഡി. സതീശൻ കാണിച്ചത്. ആ പക്വത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചർച്ച ചെയ്യാനുള്ള, നമുക്ക് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള വലിയൊരു വിഷയത്തെ ലഘൂകരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നേതാക്കളുടെ വൈഭവമാണ് കോൺഗ്രസിലെ പല കാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ രക്ഷിച്ചു വരുന്നത്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഇന്ന് വി.ഡി. സതീശനിൽ നിന്നും ഉണ്ടായത് ഞാനും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചില ചാനലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി നിങ്ങൾ വി.ഡി. സതീശൻ എന്ന യു.ഡി.എഫ് ചെയർമാനെയും വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയും കണക്കാക്കുക. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും അതിനു മുമ്പുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും സജ്ജമാക്കാനുള്ള വേദിയൊരുക്കുമ്പോൾ അവിടെ ഭിന്നതകൾക്ക് സ്ഥാനമില്ല എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം. ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ പല കാലങ്ങളിൽ പല നേതാക്കളും നടത്തിയിട്ടുണ്ട്. ആന്റണി കരുണാകരൻ കാലത്തെക്കുറിച്ചാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്. അതിന് ശേഷമുള്ള ഉമ്മൻചാണ്ടി ചെന്നിത്തല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വി.ഡി. സതീശൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സുധാകരൻ എന്നൊക്കെ നമ്മൾ മാറ്റി മാറ്റി പറയുകയാണെങ്കിലും കേരളം കണ്ട ഏറ്റവും വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയം ആന്റണി കരുണാകരൻ കാലഘട്ടമാണ്. അക്കാലത്ത് ആ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച പക്വതയും ആ നേതാക്കൾ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച ഗ്രൂപ്പ് രാഷ്ട്രീയവും നമ്മൾ ഓർക്കണം. ഇവിടെ അതുകൊണ്ട് സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്ന ഒരു പക്വത എന്നുള്ളതിൽ കവിഞ്ഞ് അത് നമ്മൾ വേറെ വ്യാഖ്യാനിച്ച് സതീശൻ്റെ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണെന്നൊക്കെ ചിന്തിച്ചു വരുമ്പോൾ അത് വേറെ തലത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ പക്വത എന്ന് വിലയിരുത്തേണ്ടി വരും. അത് നല്ലതാണോ അത് മോശമാണോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ചേർന്ന് വിലയിരുത്തുക. എൻ ശ്രീകുമാർ, ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം മതസംഘടനകളെ ഒപ്പം ചേർത്ത് പോകുന്ന മതേതരത്വമാണ് കോൺഗ്രസിൻ്റെതെന്ന്. നല്ല വാചകമായിട്ട് തോന്നുന്നു. ഞാൻ ഇടത് സഹയാത്രികനോട് ഇതിൻ്റെ നിലപാട് തിരിക്കുകയാണ്. എം ജയേന്ദ്രൻ, ഇപ്പോൾ NSSുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ട് ഇതാ പ്രീണിപ്പിക്കാൻ നടക്കുന്നു കോൺഗ്രസ് എന്നൊരു വിമർശനം ഇനി CPM-ൽ നിന്നുണ്ടാകില്ലല്ലോ അല്ലേ? അതായത് NSSും SNDP യോഗവും
അവരുടെ സ്ഥലങ്ങളിൽ കയറി അവരെ പോയി കണ്ട് അവരെ വണങ്ങി നടക്കുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസ് സ്ഥിരമായി ചെയ്യുന്നതാണെന്ന സ്ഥിരം വിമർശനം CPM-നുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഭൂരിപക്ഷ വോട്ടാണ് നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ളത്. ആ ഭൂരിപക്ഷ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിച്ചു വരുന്നു. അപ്പോൾ ഈ SNDP യോഗത്തെ കാണാൻ പോകുന്നതും അല്ലെങ്കിൽ NSSനെ കാണാൻ പോകുന്നതും ഇനി അവരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മയപ്പെടുന്നതും CPM-നെ വിമർശിക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ചില മുൻകാല സമീപകാലത്തെ ചില ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടല്ലാതെ ഇതിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് സ്മൃതി. കാരണം രമേശ് ചെന്നിത്തലയുമായി വെള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായി അകന്നത് എതിരാവുന്നത് എപ്പോഴാണ്? 2015 ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി പ്രതികരിച്ചെന്നും അത് UDF സംവിധാനത്തിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ അത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത അക്ഷന്തവ്യമായ ക്രിമിനൽ കുറ്റമാണെന്നും അതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതുന്നു അന്നത്തെ PCC പ്രസിഡന്റായിരുന്ന ശ്രീ VM സുധീരനാണ്. സുധീരന്റെ ആ കത്തിൽ അപ്പോൾ തന്നെ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യാൻ സുധീരന്റെ കത്തിൽ തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവ് ഒപ്പിടുന്നത്. സുധീരൻ അയച്ച കത്തിൽ തന്നെയാണ് ഒപ്പിടുന്നത്. ആലുവയിൽ വെച്ച് വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ വിട്ടു. അത് വേറെ കാര്യം. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയുന്ന ചാർജ് അല്ലായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ചർച്ച അന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അന്ന് മുതലുള്ള പരസ്യമായ എതിർപ്പ് രമേശ് ചെന്നിത്തലയോട് വെള്ളാപ്പള്ളി നടേശനുണ്ട്. അത് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയുന്ന വ്യക്തമായ വസ്തുതയുമാണ്. അത് പെട്ടെന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഏറ്റവും യോഗ്യനാണ് എന്ന് പറയുന്നതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു കാര്യം, എന്തുകൊണ്ട്? സതീശനെ അറിയാം, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് അറിയാം എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇതൊരു സാധനം എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി. അത് രമേശ് ചെന്നിത്തലയെ ആളാക്കാൻ വേണ്ടി ഉള്ള പണിയായിട്ടല്ല വെള്ളാപ്പള്ളി അറിയാവുന്നവർ കരുതുക. മറിച്ച് അദ്ദേഹം ചെയ്യുന്നത് ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പാർട്ടിക്ക് ഉള്ളിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുക. അതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന കുശാഗ്രബുദ്ധിയായ തന്ത്രജ്ഞനായ സമുദായ നേതാവ് ലക്ഷ്യം വെക്കുന്നത് എന്നറിയാത്ത ആളൊന്നുമല്ല VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ തന്നെയാണ് സതീശൻ അത് വളരെ വേഗം മനസ്സിലാവും. പക്ഷെ അവിടേക്ക് ആ ട്വിസ്റ്റിലേക്ക് ആ ഗോളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതാണ് പുറത്തെടുത്തത്. അത്ര കൗശലപൂർവ്വമാണ് ഇന്ന് കൊച്ചിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് VD സതീശന്റെ നാവ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഒരു പ്രതികരണമാണ് അതൊരു വിമർശനമായി തന്നെ എടുക്കുന്നു എന്ന VD സതീശൻ സമ്മതിക്കുന്നത് അല്ലേ? അതെ 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 അല്ല, VD സതീശനെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ അറിയാവുന്ന എല്ലാവർക്കും വെള്ളാപ്പള്ളി എങ്ങോട്ടാണിത് ഈ ഗോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അതിവേഗം മനസ്സിലാവും. അതിലൊന്നും ഒരു തർക്കവുമില്ല എനിക്ക്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഈ ഘട്ടത്തിൽ അത്രേ പറയുന്നുള്ളൂ. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അടുത്ത ഭാഗം പരിശോധിച്ചാൽ G. സുകുമാരൻ നായരുടെ കാര്യം എടുത്താൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ 2023 നവംബർ ഡിസംബർ മാസങ്ങളിലെ ഒരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ട്രസ്റ്റ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. യുവാക്കൾക്ക് വേണ്ടിയാണ്. ഉദ്ഘാടകൻ ശശി തരൂര്. അത് തൊട്ട് പിന്നാലെ ചങ്ങനാശ്ശേരിയിൽ കത്തോലിക്ക സഭയുടെ ഒരു യുവജന ക്യാമ്പ്, അവരുടെ ഓറിയന്റേഷൻ, അത് ഉദ്ഘാടനം ചെയ്യുന്നു ശശി തരൂർ. തൊട്ട് പിന്നാലെ 2024 ജനുവരി 2 മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യുന്നു ശശി തരൂർ. അങ്ങനെ മുസ്ലിം, ക്രൈസ്തവ, ഹൈന്ദവ സമൂഹത്തിന്റെ പ്രിയപ്പെട്ടവനാക്കി ശശി തരൂരിനെ അതിവേഗം കൊണ്ടുവരികയാണ്. അതിന് മാധ്യമങ്ങളുടെ നിർലോഭമായ പിന്തുണയും ലഭിച്ചിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അതിൽ പെട്ടെന്നാണൊരു മാറ്റം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാവുന്നത്? അത് നോക്കാതിരിക്കാൻ കഴിയുമോ? അത് മാറ്റം ഉണ്ടാവുന്നത് NSSൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം കാരണമാണ്. ഒരു പ്രശ്നം ഉണ്ടായി അവിടെ. ആ പ്രശ്നം എന്ന് പറയുന്നത് രജിസ്ട്രാറായിരുന്ന ഇദ്ദേഹത്തിനെ നമ്മുടെ പഴയ ആറന്മുള ഡയറക്ടറായിരുന്ന വാസ്തുവിദ്യാ ഗുരുകുലം അതുണ്ടല്ലോ PN സുരേഷാണ് ഈ ശശി തരൂരിനെ NSSൽ എത്തിക്കുന്നത്.
അപ്പോൾ പക്ഷേ PN സുരേഷിന്റെ കുറച്ച് അമിതാധികാര പ്രവണതയും ജനറൽ സെക്രട്ടറിക്ക് തന്നെ എതിരായിട്ടുള്ള സുകുമാരനാർക്ക് തന്നെ എതിരായിട്ടുള്ള ചില മൂവ്മെന്റ്സും ഒക്കെ സുരേഷ് രഹസ്യമായി നടത്തിയതും ഒക്കെ അറിഞ്ഞ ഉടനെ സുരേഷിനെ കയ്യോടെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത് സുകുമാരൻ നായർ. പക്ഷെ എന്നിട്ടും പിന്നെയും സുരേഷിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ശശി തരൂർ പല ഘട്ടങ്ങളിലും പരസ്യമായും അല്ലാതെയും സ്വീകരിച്ചത്. അതിനോട് ഒരു കാരണവശാലും ഈ ഒത്തുപോകാൻ എന്ന് മാത്രമല്ല, അത് കണക്ക് തീർക്കേണ്ട വസ്തുതയാണ് എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറിയും അത് സ്വാഭാവികമാണ് കേട്ടോ. ജനറൽ സെക്രട്ടറി നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ഒരാളെ ശശി തരൂരിനെ പോലെ വിശ്വപൗരൻ എന്ന് പറഞ്ഞ് NSS തന്നെ കൊണ്ടു നടക്കുന്ന ഒരാൾ വീണ്ടും വീണ്ടും കൂടിച്ചേരുന്നുവെങ്കിൽ അതത്ര ലഘുവായിട്ട് ആരും കാണില്ലല്ലോ. ജനറൽ സെക്രട്ടറി സുകുമാരൻ അങ്ങനെ കണ്ടില്ല. അതിനകത്തൊന്നും നമുക്ക് തെറ്റു പറയാനും കഴിയില്ല. അങ്ങനെയാണ് ആ അകൽച്ച ഉണ്ടാവുന്നത്. അതൊരു വലിയ ഗ്യാപ്പായിട്ട് വരികയാണ്. ആ ഗ്യാപ്പ് അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് വരുന്ന VD സതീശൻ അവിടെ അസ്പർശനൊന്നുമല്ല. അതേസമയം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി പരസ്യമായി VD സതീശനെ പറവൂരിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ VD സതീശൻ SNDPയുടെ പല കാര്യങ്ങളിലും സ്വന്തം മണ്ഡലമായ പറവൂരിൽ നിസ്സഹകരിച്ച് പോരുകയും ചെയ്തിരുന്നു. അതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും ഈ ശശി തരൂർ കാണിച്ചത്രയും തീവ്രമായ ഒരു പ്രശ്നവും അവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ആ രണ്ട് ഇഷ്യൂ അതിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ശരി, ശശി തരൂർ ഏതായാലും പരസ്യ പ്രതികരണം തരൂരിനെതിരെ ഏതായാലും സുകുമാരൻ നായർ ഇതുവഴി നടത്തിയിട്ടില്ല. താങ്കൾ പറയുന്നത് അതിനകത്തെ കാര്യങ്ങളായിരിക്കാം, അതിന്റെ ഒരു കൗതുകം അവിടെ നിൽക്കുന്നു. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. CPIM NSSനെയും SNDP യോഗത്തെയും വിമർശിക്കുമോ? അല്ലാതെ ഞാനൊരു ഇത് പറഞ്ഞില്ല, ഇതിലേക്ക് വരാൻ കഴിയൂ. ഞാനത് പറയുക തന്നെയാണ്. CPIM എന്തിനാണ്? CPIMനെ സംബന്ധിച്ച് ഇപ്പോ ആരെങ്കിലും CPIM നേതാക്കൾ ആരെങ്കിലും NSSൽ പോയി സുകുമാരൻ നായരെ കാണാറുണ്ടോ? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അതൃപ്തിയോ എതിർപ്പോ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. കാരണം NSSന്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ലീനിയൻസ് എങ്ങോട്ടാണെന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലൊന്നും ആർക്കും തർക്കവുമില്ല, അഭിപ്രായ വ്യത്യാസവും. അല്ലെങ്കിൽ നേതൃത്വത്തിന് അല്ല, അത് അവിടെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തല്ല, നാട്ടകം ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതറിയില്ല, അത് നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് കാത്തിരുന്നത്. ഇല്ല, അത് നാട്ടകം ഗസ്റ്റ് എന്നെ കാണണമെങ്കിൽ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വരണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നുള്ളത് സുകുമാരൻ നായർക്ക് അറിയാം. അദ്ദേഹം അതിന് തർക്കിക്കാനൊന്നും പോയില്ല. അവിടെ പോയി വെയിറ്റ് ചെയ്തു CM വരുന്നവരെ. അതേ ഉള്ളൂ. അതിനൊന്നും അതിന്റെ CPIMന് അറിയാം എന്താണ് NSS എന്നുള്ളതും സ്റ്റാൻഡും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണല്ലോ അവരെല്ലാം. അതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷെ വെള്ളാപ്പള്ളി അങ്ങനെയല്ല. വെള്ളാപ്പള്ളി ഇപ്പൊ മറ്റൊരു കാര്യം കൊണ്ട് NSSന്റെ കാര്യം പറയുമ്പോൾ തന്നെ KC വേണുഗോപാൽ കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ മാസം അവിടെ ചെന്നിട്ടുണ്ട്. ആരെങ്കിലും അത് വാർത്തയാക്കിയോ? ഒരു മാധ്യമങ്ങളും അറിഞ്ഞില്ലല്ലോ. അദ്ദേഹം അവിടെ പോകാറുണ്ട്, കാണാറുണ്ട്, അവർ തമ്മിൽ നിരന്തര സമ്പർക്കത്തിലുമാണ്. പക്ഷേ KC വേണുഗോപാൽ ഒരിക്കലും ഇതുവരെ വെള്ളാപ്പള്ളി നടേശനെ ചെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളിയും KC വേണുഗോപാലും എന്തെങ്കിലും അകൽച്ചയുണ്ടോ? ഇല്ല. അതാണ് വസ്തുത. അപ്പൊ അത് നേതാക്കന്മാർ തമ്മിൽ അത്തരം കാര്യങ്ങളുണ്ട്. സ്മൃതി ചോദിച്ചാൽ അതല്ലല്ലോ. CPIMന്റെ കാര്യമല്ല. CPIMനോ LDFൽ മറ്റു ചില ഘടകകക്ഷികളിലെ ആൾക്കാർ പോയി കാണുന്നത് നമുക്കറിയാം ആരൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷെ CPIMനെ സംബന്ധിച്ചോളം അത്തരത്തിലൊരു സമീപനം NSSുമായി ബന്ധപ്പെട്ടില്ല, SNDPയുമായി ബന്ധപ്പെട്ടുമില്ല. പക്ഷെ അതുകൊണ്ട് NSSനോ SNDPക്കോ CPIMനോടോ LDFനോടോ ആ തരത്തിൽ ഒരു അകൽച്ചയോ വിയോജിപ്പോ ഒരു കാര്യത്തിലും അവർ പ്രകടിപ്പിച്ചിട്ടില്ല. വിയോജിക്കേണ്ട കാര്യങ്ങളിൽ നിശ്ചയമായും വിയോജിച്ചു തന്നെയാണ് രണ്ടു കൂട്ടരും പോകുന്നത്. NSSും അതെ, CPIMും അതെ, SNDPയും അതെ, CPIMും അതെ. അതങ്ങനെയാണ് പോകുന്നത്. കോൺഗ്രസ് ഈ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ, അവർ നടത്തിയിരിക്കുന്ന നിലപാട് മാറ്റം, ഇതിൽ ഒന്നും തന്നെ ഇപ്പോൾ CPIM പ്രതികരിക്കാൻ സാധ്യതയില്ലല്ലോ എന്നുള്ളതാണ്. കാരണം ഇനി അവരെ കൂടി പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് ഉറപ്പായിട്ടും CPIMന് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. നമുക്ക് തിരിച്ചെത്താം ഇടവേള. ശ്രീ ജോർജ് പൊടിപാറ, ഇതിപ്പോൾ രമേശ് ചെന്നിത്തല NSSനും SNDP യോഗത്തിനും സ്വീകാര്യനായപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടാണോ, അതോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്ന നിലയ്ക്കാണോ VD സതീശന്റെ മാറ്റത്തെ താങ്കൾ കാണുന്നത്? 2013 തിണ്ണ നിരങ്ങാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ VD സതീശൻ ഇന്ന് ആ രൂപത്തിലല്ല NSSനെയും SNDP യോഗത്തെയും കാണുന്നത്. ഇപ്പോൾ NSSന്റെ സെക്യുലർ നിലപാടിനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 2019 ശബരിമലയ്ക്ക് ശേഷം അവിടേക്ക് BJP കടന്നു കയറാൻ നടത്തിയ ശ്രമങ്ങൾ വാതിലടച്ച് തടഞ്ഞു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NSSനെ ആ രൂപത്തിൽ പുകഴ്ത്തുകയാണ് VD സതീശൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ രാഷ്ട്രീയമായി എടുക്കേണ്ട ഒരു നിലപാടായിട്ടാണോ, അതോ ആ വഴിയിൽ തനിക്ക്
പാർട്ടിക്ക് മുന്നിൽ രമേശ് ചെന്നിത്തല കയറിപ്പോകുന്നതിന്റെ ആശങ്കയാണോ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ? നേരത്തെ ശ്രീ ജയചന്ദ്രൻ പ്രയോഗിച്ച ഒരു വാക്കുണ്ട്, ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന്. വി ഡി സതീശൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരിക്കുന്നു എന്നതിന്റെ ഒരു സാക്ഷിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ മുൻപിൽ എത്താനുള്ളൊരു ശ്രമമാണോ, അതോ പാർട്ടിയിൽ ഒരു പരിധി വരെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആ ഒരു പ്രസക്തി വീണ്ടെടുക്കാനുള്ള ശക്തമായൊരു നീക്കമാണോ ഇതിന്റെ ഭാഗമാണ്? ഏതായാലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാൻ ഉറപ്പിച്ച് ഈ ഓട്ടത്തിൽ, അതായത് 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും, ഇലക്ഷൻ വരുന്ന 1.5 വർഷത്തിന് ശേഷമാണെങ്കിലും, ഞാൻ ഈ ഓട്ടത്തിൽ ഒപ്പമുണ്ട്, ഞാൻ ഈ മത്സരത്തിലുണ്ട്, ഞാൻ ഇപ്പോഴും വലിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ആ ഒരു മത്സര രംഗത്തുണ്ട് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുക തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ ശ്രമത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ബിഗ് പുഷാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഊർജമാണ് വാസ്തവത്തിൽ NSSന്റെ പിന്തുണ എന്ന് പറയുന്നത്. അതും 11 വർഷത്തിന് ശേഷമുള്ള ഒരു മഞ്ഞുരുക്കം. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ട് പുത്തരിക്കണ്ടം മൈതാനിയിലെ അന്നത്തെ വളരെ പ്രശസ്തമായ പ്രസംഗത്തിന് ശേഷം അത് പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ നിരാശ പ്രകടനം, അപ്പൊ ഇതിനൊക്കെ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അകലം, ആ അകലം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. രമേശ് ചെന്നിത്തലയോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തില് കുറച്ചുകൂടി ഞങ്ങൾക്ക് അഭികാമ്യനായിട്ട് അഭിമതനായി കാണുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ SNDP യോഗത്തിന്റെ, പക്ഷെ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്ന അതേ ആ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അതേ സ്പിരിറ്റില് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ UDFോ കോൺഗ്രസോ കാണേണ്ടതില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യത്യസ്തമാണ്. NSS എല്ലാ കാലത്തും, നേരത്തെ ജയചന്ദ്രൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ, എല്ലാ കാലത്തും NSSന്റെ ഒരു നിലപാടിൽ ഒരു പ്രോ UDF ലൈനുണ്ട്. മാത്രമല്ല കോൺഗ്രസുമായിട്ട് പല ഘട്ടങ്ങളിലും വളരെ കൃത്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലൊക്കെ NSS നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഫലവത്തായില്ല, തോറ്റുപോയി എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ എല്ലായ്പ്പോഴും ഒരു വലതുപക്ഷ അല്ലെങ്കിൽ ഒരു UDF കോൺഗ്രസ് ലൈനുണ്ട്. പക്ഷെ അതല്ല SNDP യോഗത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രോ UDF ലൈൻ ഒരിക്കലും സ്വീകരിച്ചതായിട്ട് നമുക്ക് സമീപകാലത്ത് അറിയില്ല. മറിച്ച് അദ്ദേഹം പലപ്പോഴും UDFന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കളാണ്. സുധീരൻ മുതൽ ആലപ്പുഴയിൽ സുധീരൻ മത്സരിച്ചപ്പോൾ തോൽക്കും എന്ന് പറഞ്ഞു ചില ബെറ്റുകൾ പോലും അദ്ദേഹം വെക്കുന്ന കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ അതുപോലെ തന്നെ പറവൂരിൽ VD സതീശനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു നമുക്കറിയാം. പ്രീതി നടേശൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ച്, അദ്ദേഹത്തിന്റെ മകൻ എന്ത് രാഷ്ട്രീയ ലൈനാണ് എടുത്തിരിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ NSSന്റെ നിലപാടിനോളം രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയും SNDP യോഗത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് UDF കാണേണ്ടതില്ല. കാരണം അതൊരു കമന്റ് മാത്രമാണ്, അതിനപ്പുറത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷവും ഗുണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ 23% വരുന്ന ഈഴവ വോട്ട്, അത് ഈഴവ വിഭാഗത്തിൽ നിന്നും എത്ര പേരെ സ്ഥാനാർത്ഥികളാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതുകൂടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ട അപ്പുറത്ത് BDJS എന്നൊരു സംവിധാനം കൂടി വന്നിരിക്കുകയാണല്ലോ. BDJS വരുമ്പോൾ അതിൽ BJP അവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. ഈഴവ വോട്ടുകൾ CPM-നാണ് നേരത്തെ പോയിട്ടുള്ളതൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇനി ഒരു പ്രകോപനം ഉണ്ടാക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു. ആ പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ നാവൽപ്പം മോശമാണ് എന്ന് പറഞ്ഞാലും ഓ ശരി, ഞാൻ നന്നായിക്കോളാം എന്ന രൂപത്തിൽ VD സതീശൻ മറുപടി പറയുന്നു. ഇതുവരെ കാണാത്തൊരു രീതിയാണ്. സ്മൃതി, അതിനകത്ത് ഒരു പൊളിറ്റീഷ്യന്റെ ഒരു ഡിപ്ലോമസിയാണ് നമ്മൾ കാണുന്നത്. അതായത് ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞു ഞാൻ ആരുടെയും തിണ്ണനിറങ്ങാനില്ല എന്ന് പറയുന്നത് അന്നത്തെ VD സതീശനിൽ നിന്ന് VD സതീശൻ വളരെ ദൂരം വളർന്നിരിക്കുന്നു എന്ന് കൂടി നമ്മൾ ഉൾക്കൊണ്ടുണ്ട്. VD സതീശൻ അന്നുണ്ടായിരുന്ന സാധ്യത അല്ല എന്നുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ ഒരു മത്സരത്തില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാന പരാതി എന്താ? പലപ്പോഴും മാധ്യമ പ്രവർത്തകരും അല്ലാതെ അദ്ദേഹത്തിന്റെ വിമർശകരും ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താന്ന് പറയുന്നത്, അദ്ദേഹം പിണറായിക്ക് പഠിക്കുന്നു എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ചില സമയങ്ങളിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു, വളരെ എന്താ പറയാ, വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം അഹങ്കാരിയാണ്
എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന ആരോപണമായിട്ട് വരുന്നത്. അല്ലാതെ അത് നല്ല രാഷ്ട്രീയ പ്രവർത്തകനല്ല, നല്ല പ്രഭാഷകനല്ല, നല്ല പ്രതിപക്ഷ നേതാവല്ല എന്ന് ആരും പറയുന്നില്ല. കാര്യങ്ങൾ നന്നായി പഠിച്ച് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന, ഇപ്പോൾ വളരെ നന്നായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർ, ഇങ്ങനെ ഒരുപാട് ഖ്യാതികളും ഒരുപാട് ക്രെഡിറ്റുകളും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അദ്ദേഹത്തിന്റെ നാവ് ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തെ ചതിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തെ പലപ്പോഴും ചതിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ എന്ന നേതാവിന് പലപ്പോഴും മനസ്സിലുള്ളത് മുഖത്ത് വരാതിരിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് മനസ്സിന്റെ കണ്ണാടിയായിട്ടാണ് പലപ്പോഴും മുഖം പ്രവർത്തിക്കുന്നത്. വേറെ ചിലരുടെ കാര്യത്തിൽ, രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ വി.ഡി. സതീശന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. അതൊരു സത്യമാണ്. ഒരു പോരായ്മയാണ് രാഷ്ട്രീയത്തിൽ. പലപ്പോഴും അദ്ദേഹത്തിന് ചില ഘട്ടങ്ങളിലെങ്കിലും അഭിനേതാവാകുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു അഭിനേതാവാകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ മാത്രമല്ല, വാക്കുകളുടെ കാര്യത്തിലും അത് പലപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എണ്ണ മുറിക്കുന്നത് പോലെയൊന്നും മുറിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പലപ്പോഴും വെട്ടിമുറിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത് വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള, വളരെ രാഷ്ട്രീയ മർമ്മം അറിഞ്ഞുള്ള ഒരു കളിയാണ്. ഇപ്പൊ എന്താണ് ഇപ്പോ മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രതീക്ഷിക്കുന്നതും, വി.ഡി. സതീശൻ വളരെ ഷാർപ്പായിട്ട് ഇപ്പൊ ഈ രമേശ് ചെന്നിത്തലയുടെ NSS ബന്ധത്തെയും അതുപോലെ സുകുമാരൻ നായരുടെ പ്രസ്താവനകളെയും ഇതേപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെയും, ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാൽ നമുക്കെന്താന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വെട്ടിമുറിച്ച് അദ്ദേഹത്തിന് മുഖത്തടിച്ച പോലത്തെ മറുപടി കൊടുക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ വേറൊരു രീതിയിൽ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്താൽ ഉണ്ടാകുന്നത് എന്താ? ഈ വിഷയം കൂടുതൽ വലുതാകുന്നു. ഈ പ്രശ്നം വല്ലാത്തൊരു രാഷ്ട്രീയ പ്രശ്നമായി തടയിട്ടിരിക്കുന്നു വി.ഡി. സതീശൻ എന്നുള്ളതാണ്. അതൊരു പുതിയ ശൈലിയുടെ തുടക്കമായിട്ട് വേണമെങ്കിലും വിലയിരുത്താം. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവാണ്. അത് രണ്ട് കൈ ആഗ്രഹിക്കുന്നില്ല. അതിലൂടെ ആർക്കും നേട്ടം ഉണ്ടാക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ആരും അതിൽ നിന്ന് പ്രത്യേക ബെനിഫിറ്റ് ഉണ്ടാക്കാൻ താനായിട്ട് വഴിയൊരുക്കില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, വളരെ വളരെ നല്ല ഒരു രാഷ്ട്രീയ മൂവാണ്. വി.ഡി. സതീശൻ വളരെ തന്ത്രപൂർവ്വമാണ് പെരുമാറുന്നതും വാക്കുകൾ ഉപയോഗിക്കുന്നത്. ശരി, എത്താം ഡോക്ടർ മോഹൻ വർഗീസ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിലെടുക്കുന്ന നിലപാടായിട്ട് തന്നെ കാണണ്ടേ? ഇപ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്ന റേസിനപ്പുറം അധികാരത്തിലെത്തുക എന്നത് തന്നെയല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. 2001 140-ൽ 100 സീറ്റ് നേടിയ ശേഷം പിന്നീട് അങ്ങോട്ട് കീഴ്പോട്ടാണ് കോൺഗ്രസിന്റെ വളർച്ച എന്ന ഒരു ബോധ്യം അവർക്കുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷ് കേൾക്കാം. സ്മൃതി, ഈ ത്രോയിങ് ദ ഹാറ്റ് ഇൻ ടു ദ റിംഗ് എന്ന ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, 1.5 വർഷത്തിന് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനുശേഷം പോസിബിൾ മുഖ്യമന്ത്രി സ്ഥാനവും, ആ പ്രധാന കസേര, ആ കസേരയ്ക്കുള്ള ക്ലെയിം എന്നത് ഒരു ഗോദായിൽ വെച്ച് തീരുമാനിക്കേണ്ടതാണ്, പാർട്ടിക്കുള്ളിലെ ഗോദായിൽ വെച്ച്. അവിടെ ഓൾറെഡി ഒരു തൊപ്പി ആ വളയത്തിലേക്ക് എറിഞ്ഞു വെച്ചു വി.ഡി. സതീശൻ. അത് സ്വാഭാവികമായി എറിയപ്പെടുന്ന തൊപ്പിയാണ്, അവിടെ തന്നെ ഉണ്ട്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. വെസ്റ്റ്മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ആരാണോ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം തന്നെയായിരിക്കും ഷാഡോ ക്യാബിനറ്റിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെയായിരിക്കും അവർ ജയിച്ചു വന്നാൽ അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി. ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിനായി വി.ഡി. സതീശൻ ഇപ്പോൾ ചെയ്യുന്നത് പ്രധാനമായും ഈ സ്വന്തം തട്ടകം ഉറപ്പിക്കുക, സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക. വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം സാമുദായികമായി ഒരു പ്രത്യേകമായി ഒരു സമുദായത്തിൻ്റെ ആളായി പൊസിഷൻ ചെയ്തില്ല. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, അവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, അവരോട് സമരസപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളുമായി നല്ല ബന്ധം, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ഇപ്പോൾ പുതിയതായി വന്ന ഒരു ഊഷ്മള ബന്ധം, അത് ബാരാമൺ കൺവെൻഷൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂടിവരവായ ബാരാമൺ കൺവെൻഷനിൽ ഒരു പ്രഭാഷകനായി ഇപ്പോൾ വി.ഡി. സതീശനെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ കൗതുകകരമായ കാര്യമാണ്. ശശി തരൂരിനെ വിളിക്കുന്ന മനസ്സിലാക്കാം. അദ്ദേഹം വിശ്വപൗരനാണ്. അദ്ദേഹം വെറും കോൺഗ്രസ് നേതാവ് മാത്രമല്ല, ഇദ്ദേഹം കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ തന്നെയാണ്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു. എന്നാൽ സമുദായ സംഘടന, ഹൈന്ദവ സമുദായ സംഘടനകളുമായി
കാര്യമായ ഒരു വിയോജിപ്പില്ല എങ്കിൽ പോലും ഒരു അകലം പാലിച്ചിരുന്ന VD സതീശൻ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അപകടം മണത്തിരിക്കുന്നു. അവിടെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഉയർത്തെഴുന്നേൽപ്പ്. രമേശ് ചെന്നിത്തല നടത്തിയ ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ലഭിച്ച NSSൻ്റെ സമുദായ ആചാര്യൻ്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പെരുന്നയിൽ നിന്ന് ലഭിച്ച ക്ഷണം, ഇത് വെറും യാദൃച്ഛികമായി കാണാവുന്ന ഒരു ക്ഷണമല്ല. അതിനുശേഷം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നടന്ന, അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ട് നടന്ന ഒരു പ്രസ്താവനയും അത്ര നിർദോഷമായി കാണാനാവില്ല. സുചിന്തിതമായ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ചും ഹിന്ദു സമുദായ സംഘടനകളിൽ നിന്നും ലഭിക്കുന്ന ഒരു പിന്തുണ. സമുദായ സംഘടനകളിൽ നിന്നും ലഭിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സമുദായങ്ങളിൽ എന്ന് പറയാനാവില്ല. കാരണം NSSൻ്റെ നമുക്കറിയാം, നേരത്തെ ഇവിടെ പൊടിപ്പാട് സാർ പറഞ്ഞതുപോലെ NSSൻ്റെ ഒരു പരസ്യ നിലപാട് പലപ്പോഴും സമദൂരമാണെങ്കിൽ പോലും ആ ശരിദൂരത്തിൽ UDFനോട് മമതയുള്ള ഒരു ദൂരമുണ്ട്. പക്ഷേ NSSന് നേതൃത്വം പറയുന്നതനുസരിച്ച് ആവില്ലല്ലോ. നായർ സമുദായത്തിലെ അംഗങ്ങൾ പ്രധാനമായും വോട്ട് ചെയ്യുന്നത് നല്ലൊരു ഭാഗം BJP വോട്ടേഴ്സാണ്, ചെറിയൊരു ഭാഗങ്ങൾ ഇടതുപക്ഷ വോട്ടേഴ്സാണ്. ബാക്കിയുള്ളത് മാത്രമേ കോൺഗ്രസ് വോട്ടേഴ്സ് ഉള്ളൂ. കേവലം 13% മാത്രമുള്ള കമ്മ്യൂണിറ്റിയുടെ ചെറിയ ശതമാനം മാത്രമാണ് ട്രഡീഷണൽ കോൺഗ്രസ് വോട്ട്, അല്ലെങ്കിൽ സമുദായ ആചാര്യൻ പറഞ്ഞതുകൊണ്ട് മാത്രം തിരിക്കാനാവുന്ന വോട്ടുകൾ. അതൊരു വശം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് അത്രയ്ക്ക് ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈഴവ സമുദായത്തിൻ്റെ പരമ്പരാഗത വോട്ടിൻ്റെ നല്ല പങ്കവും LDFന് ലഭിച്ചിരുന്ന വോട്ടുകളാണ്. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ചിത്രം, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ തട്ടകം കൂടിയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ലഭിച്ച ഒരു ചിത്രം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പങ്ക് LDFന് പരമ്പരാഗതമായി ചെയ്തിരുന്ന ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് കാണാം. അവിടെയും കോൺഗ്രസ് കാര്യമായി ഭയപ്പെടേണ്ട കാര്യമില്ല. LDFൻ്റെ ബേസാണ് ഇവിടെ കുറയുന്നത്. കോൺഗ്രസ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ SNDPയുടെയും NSSൻ്റെയും സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ മുൻപ് ചെന്നിത്തല ഒരു പതിറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2013 വളരെ പരിഭവത്തോടു കൂടി പറഞ്ഞു, എന്നെ ഒരു നായരായി മാത്രം കാണരുതേ, ഞാനൊരു എല്ലാവരുടെയും ആളാണ്. ഐ എം എ മുസ്ലിം, ഐ എം വിത്ത് ദ മുസ്ലിം, ഐ എം വിത്ത് ദ ക്രിസ്ത്യൻസ്, ഐ എം വിത്ത് ഓൾ ഹിന്ദു ഡിനോമിനേഷൻസ്, എന്നെ അങ്ങനെയൊക്കെ കാണാവൂ, ഒരു കേരളത്തിൻ്റെ പാൻ കേരള ഇമേജിൽ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞതിനോടുള്ള ഒരു വിയോജിപ്പായിരുന്നല്ലോ ശ്രീ G. സുകുമാരൻ നായർ പരസ്യമായി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതും എല്ലാം. അതൊക്കെ ചരിത്രമാണ്, നമ്മൾ ഏറെ പറഞ്ഞതുമാണ്. ഇവിടെ വിഷയമെന്ന് പറയുന്നത് ഈ 2 തൊപ്പികൾ ആ റിങ്ങിൽ വന്ന് വീണ് കഴിഞ്ഞു. ഓൾറെഡി നിലവിലുള്ള VD സതീശൻ്റെ തൊപ്പിയും പിന്നീട് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് 2 ദിവസത്തിനുള്ളിൽ വന്ന് വീണ പുതിയ തൊപ്പിയും. ആ തൊപ്പിയിൽ കൂടുതൽ തോരണങ്ങൾ ചേർക്കാനുള്ള ശ്രമമായിരിക്കും ഇനിയുള്ള 1.5 വർഷം നടക്കാൻ പോകുന്ന കോൺഗ്രസ് രാഷ്ട്രീയം. തീർച്ചയായും കലങ്ങി മറിയുമെന്നുള്ളതല്ല, കുറച്ചുകൂടി ഒരു ഉദ്വേഗജനകമായ നിമിഷങ്ങൾ കേരളത്തിന്റെ വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ അനുവദിച്ചിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അത് അവിടെ നിർത്തുന്നു. തീർച്ചയായും വഴക്കം കാട്ടി ശ്രീ സ്മൃതി VD സതീശന്റെ അടുത്ത വരും ഇന്ന് കാട്ടിയ VD സതീശൻ്റെ പ്രസ്താവന കമ്പോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോട് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൻ്റെ തലനാരിഴയ്ക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പരിണിതപ്രജ്ഞനായ നല്ല മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. രമേശ് ചെന്നിത്തല എത്രത്തോളം രാഷ്ട്രീയ മെയ്വഴക്കം കാട്ടുന്നോ അതിനേക്കാൾ ഒട്ടും കുറവല്ല തൻ്റെ രാഷ്ട്രീയ മെയ്വഴക്കം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സമുദായിച്ചും. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെ പലരും പറയും, അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ കാര്യമായ കൃത്യമായ നിരീക്ഷണങ്ങളുള്ള ആളാണ്, അദ്ദേഹം അങ്ങനെ പറയും, അത് വേണ്ട തിരുത്തലുകൾ വേണ്ടി വന്നാൽ തിരുത്തി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൃഢനിശ്ചയമുള്ള നേതാവിനെ കാണുന്നു. അത് മാത്രമല്ല, അവിടെ വേണ്ടി വന്നാൽ വഴങ്ങേണ്ടപ്പോൾ വഴങ്ങാനും പതുങ്ങി നിൽക്കാനും മാക്കിവെല്ലി പറഞ്ഞ ഏതാണ്ട് എല്ലാ ഗുണങ്ങളും സമ്മേളിക്കുന്ന ഒരു ലയണായിരിക്കേണ്ടപ്പോൾ ലയണായി ചാടി വീഴുകയും ഫോക്സ് ആയിരിക്കേണ്ടപ്പോൾ കുറുക്കനായിരിക്കേണ്ടപ്പോൾ അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക്, ഒരു നയത്തിലേക്ക് VD സതീശൻ വരുന്നു. ഒരു ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ട ഗുണങ്ങളാണ് ഇതൊക്കെ. ഒരു മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്നല്ല, ഏത് പാർട്ടിയുടെ ആണെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോട്ട് സീറ്റാണ്. ഇവിടെ സമുദായ സംഘടനകളെ കോൺഫിഡൻസിലെടുക്കാതെ UDF സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അത് 2 പേർക്കും അറിയാം, രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം, VD സതീശനും അറിയാം.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി.ഡി. സതീശൻ ഇന്ന് കാട്ടിയ മെയ്വഴക്കം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നലെ ലഭിച്ചു എന്ന് കരുതുന്ന ഒരു ചെറിയ മേൽക്കൈ അല്ലെങ്കിൽ മുൻതൂക്കം അല്ലെങ്കിൽ പ്രാധാന്യം അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ അതിനെ നള്ളിഫൈ ചെയ്യാൻ, കൗണ്ടർ ചെയ്യാൻ പൂർണ്ണമായും പര്യാപ്തമായിരുന്നു ഇന്നത്തെ ദിവസം വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് വന്ന വാക്കുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീകുമാർ, 2013 നേരത്തെ സുകുമാരൻ നായരും വി.ഡി. സതീശനും നടന്ന വാക്യുദ്ധത്തിൽ സതീശൻ പറഞ്ഞ ഒരു കാര്യം, അവർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നാൽ മതി, കിടക്കണ്ട എന്നുള്ളതാണ്. ആ പ്രതികരണമാണ് തന്നെ ഏറ്റവും വേദനിപ്പിച്ചത് എന്ന് സുകുമാരൻ നായർ പിന്നീട് പറഞ്ഞിട്ട് അതൊരു അശ്ലീല പ്രയോഗമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നും അദ്ദേഹം പറയുന്നത്, അതിനുശേഷം പറയുന്നത് സമുദായ നേതാക്കൾ നല്ല മനുഷ്യരാണ്, അവരെ സ്വാധീനിച്ച് വഷളാക്കരുത് എന്നാണ് അന്നും പറഞ്ഞത്. അതായത് അവരെ സ്വാധീനിക്കാൻ അങ്ങോട്ട് രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് പോയി ഇരിക്കാനും പറയുമ്പോൾ കിടക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു മറുപടി ഇന്ന് കൊടുത്തിട്ടുണ്ട്. സ്മൃതി, അത് നമ്മൾ ഒരഭിപ്രായം പറയുമ്പോൾ അതിന് മുൻകാലത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണേൽ വ്യാഖ്യാനിക്കാം. സതീശൻ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ഒന്നുകൂടെ വിവരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ സമുദായ നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട് അവരെ ഞങ്ങളുടെ ആളാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കരുത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഈ സതീശൻ്റെ ഇന്നത്തെ പക്വതയോടെയുള്ള സമീപനത്തെ ശ്ലാഘിക്കുന്നുണ്ട്. പക്ഷേ അവരപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ ആരാണ് മുന്നിൽ എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നതൊരു തർക്കം വരും. ആ തർക്കത്തിൽ 2-3 നേതാക്കളുണ്ടാകും. അതിലൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ NSSൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തത്? കോൺഗ്രസ് രാഷ്ട്രീയമല്ല ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, NSSൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. ശ്രീ ജയേന്ദ്രൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, NSSൻ്റെ പരമ്പരാഗതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ അവർ പറയുന്ന ഒരു സമദൂര സിദ്ധാന്തമുണ്ട്. പക്ഷേ അതിനുപരിയായിട്ട് NSS എപ്പോഴും കാക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ദേശീയ തലത്തിൽ ഇന്ന് കാണുന്ന ചില പ്രശ്നങ്ങളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അടുത്ത കാലത്തെടുക്കുന്ന ചില സമീപനങ്ങളുമാണ് NSSനെ കൊണ്ട് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കാനുള്ള ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, അവർ തമ്മിലുള്ള പിണക്കം തീർന്നതാണ്. എന്താണ് ആ ഘടകം എന്ന് വെച്ചാൽ, ജീർണിച്ച രാഷ്ട്രീയത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ നവോത്ഥാനം NSS കേരളത്തിൽ ആഗ്രഹിക്കുന്നു. 8 വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. നേതാക്കൾ AK ബാലൻ പറയും സുകുമാരൻ നായരുടെ കീശയിലല്ല NSS വോട്ടുകളെന്ന്. തൊട്ടപ്പുറത്ത് ജെയ്ക്ക് തോമസ് പറയും NSSനെ വർഗീയത പടിക്ക് പുറത്താക്കിയ ആളാണ് സുകുമാരൻ നായരെന്ന്. ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായമല്ല. യഥാർത്ഥമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്താണെന്ന് 8 വർഷത്തെ പിണറായി ഭരണത്തിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ അടുത്ത തവണ UDF അധികാരത്തിൽ വരും എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് ആ അധികാരത്തിലേക്കുള്ള വഴി സുഗമമാക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ അവർ മന്നം ജയന്തി ആഘോഷമാണ് സാധാരണ NSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോൾ സതീശനെ മാറ്റി രമേശിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചർച്ചയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് ഒരു സതീശൻ വിരുദ്ധ നീക്കമായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് NSS ഉദ്ദേശിക്കുന്ന നല്ല രാഷ്ട്രീയ സമീപനത്തെ ഇല്ലാതാക്കാൻ വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് അതിലത്തെ ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് CPMൻ്റെ നേതാക്കൾ നടത്തുന്ന പ്രസംഗങ്ങൾ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാണക്കാട് തങ്ങൾക്കെതിരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി നടത്തിയ ഒരു നീക്കം, പാണക്കാട് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ നീക്കം. അതുപോലെ ഇന്ന് ശ്രീ വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ, ഇന്ത്യ മുന്നണിയുടെ നേതാവായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ചതിനെക്കുറിച്ച് നടത്തിയ രാഷ്ട്രീയ പരാമർശം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ പോരാടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി, അവിടെ CPMൻ്റെ നേതാക്കളും മറ്റ് ഇടതുപക്ഷ നേതാക്കളും ഒപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവരുടെ ഒപ്പം നിന്ന വർഗീയ കക്ഷികൾ ആരാണെന്നറിയാമോ എന്നൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചോദിക്കുമ്പോൾ ആ രാഷ്ട്രീയമായ പക്വതയില്ലായ്മയും ജീർണതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് NSSന് കുറേ കാലമായിട്ടുണ്ട്. അതായത് തരം പോലെ വർഗീയതയെ താലോലിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സമീപനം, വിശ്വാസത്തെയും ആചാരത്തെയും ലംഘിച്ചാൽ അവിടെ അവരുടെ
അവരുടേതായ രാഷ്ട്രീയ വിശദീകരണം തന്ത്രപൂർവ്വം ഒരുക്കുന്ന രാഷ്ട്രീയ സമീപനം അതില്ലാതാക്കാൻ NSS എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, ആചാരത്തിൽ അധിഷ്ഠിതമായ, സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം ആലോചിക്കും. അപ്പോൾ അത് ഞങ്ങളിതാ കോൺഗ്രസുമായിട്ട് യോജിക്കുന്നു എന്നുള്ളതല്ല പറയുക. കോൺഗ്രസിലെ ഒരു സമുന്നതനായ നേതാവിനെ ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരുന്നു, നിങ്ങളെന്ത് വ്യാഖ്യാനം വേണം നൽകിക്കോ. രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു, സതീശനെ ഒതുക്കി, പറഞ്ഞോളൂ, കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് മരാമൺ കൺവെൻഷനിലെ BJP നേതാവിനെ അല്ല ക്രൈസ്തവ സഭ ക്ഷണിച്ചത്, VD സതീശനെയാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കേരള രാഷ്ട്രീയത്തിൽ NSS എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇവിടെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയെ അതുമായി ചിത്രീകരിക്കുന്നതിലും അതുമായി സന്നിവേശിപ്പിക്കുന്നതിലും ചാരിതാർത്ഥ്യം കാണുന്നവർ കാണട്ടെ, കുഴപ്പമില്ല. പക്ഷേ UDFിൻ്റെ രാഷ്ട്രീയ തീരുമാനം അനുസരിച്ചിട്ട് UDFിനൊരു നയമേ ഉള്ളൂ, കോൺഗ്രസിനൊരു നയമേ ഉള്ളൂ. എന്തിനെ സംബന്ധിച്ച്? സമുദായ സംഘടനകളോടെ. പക്ഷേ നേതാക്കൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. അത് 1970കളുടെ അവസാനം AK ആന്റണി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ ബിഷപ്പിനെ സന്ദർശിച്ചപ്പോൾ KPCC പ്രസിഡൻ്റായിരുന്ന ആന്റണി അറിയാതെ ഇന്ദിരാഗാന്ധി പോയപ്പോൾ ആന്റണി അവിടെ പോയില്ല. അതിനുശേഷം ആന്റണിയും കരുണാകരനും തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധത്തിൽ NSSും SNDPയും കൂടുതൽ അടുത്തത് K കരുണാകരനുമായിട്ടാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ KK വിശ്വനാഥനും MK രാഘവൻ വക്കീലും ഉണ്ടായിരുന്ന സമയത്ത് അവർ കൂടുതൽ അടുപ്പം കാണിച്ചത് ആന്റണിയോടെയാണ്. അതിനുശേഷം രമേശ് ചെന്നിത്തല വന്നപ്പോൾ രമേശ് ചെന്നിത്തലയോട് കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുണ്ട്, ശരിയാണ്. കാരണം കരുണാകരനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ആ രമേശ് ചെന്നിത്തലയെ ഹിന്ദുവായും നായരായും RSS ആയും ചിത്രീകരിക്കുന്ന പ്രവണത പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ചില രമേശ് വിരുദ്ധരും നടത്തി. അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരു സമുദായത്തിൻ്റെ പ്രമുഖൻ, ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി അംഗമായ, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം മനസ്സിലാക്കിയ ഒരു സമുദായത്തിൻ്റെ നേതാവ് മന്നം ജയന്തിക്കാണ് ക്ഷണിച്ചത്. മന്നത്ത് പത്മനാഭനെ പഠിക്കുമ്പോൾ ഇതൊരു വിഷയമായിട്ട് വരില്ല. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞു കുറേ BJP വോട്ടെന്ന് പറഞ്ഞു. എവിടെയാണ് സുഹൃത്തെ BJP വോട്ട് NSSലുള്ളത്? NSSൽ BJP കമ്മ്യൂണിസ്റ്റുകളുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോഴും NSS വോട്ട് BJPക്ക് പോയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അത് സമുദായ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചല്ലാതെ വോട്ട് ചെയ്തവരുണ്ടല്ലോ, ആ നിലയ്ക്ക് പോയിട്ടുണ്ട്. അല്ല, പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തരംതിരിച്ച് എങ്ങനെ കണക്കാക്കുന്നു നിങ്ങൾ? പത്തനംതിട്ടയിലെ ശബരിമല കാലത്ത് തോറ്റതാരാ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അന്ന് എന്തായിരുന്നു BJP ശബരിമലയെ കാട്ടിക്കൂട്ടിയത്? അവിടെ NSSന്റെ നിലപാടും BJPക്ക് ഏതാണ്ട് സമാനമായ നിലപാടല്ലേ NSS അതൊരു സത്യമാണ്. അവരുടെ വോട്ടിംഗ് ശതമാനം ഉയരുന്നു എന്നൊരു യാഥാർത്ഥ്യവും അവിടെയുണ്ട്. അതെങ്ങനെ 20% എത്തി എന്നുള്ളത് ആലോചിക്കേണ്ടത് കോൺഗ്രസ് കൂടിയാണ്. അത് മുഴുവൻ CPM വോട്ടാണ് എന്ന് കരുതുന്നുണ്ടോ ശ്രീകുമാർ? അല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇല്ല. BJP വോട്ടുണ്ട്, എന്താ സംശയം ഇതിൽ? ഞാൻ NSSലെ BJP വോട്ടിനെ കുറിച്ച് മോഹൻ വർഗീസ് പറഞ്ഞത് BJP വോട്ട് അത് BJPയുടെ രാഷ്ട്രീയ നിലപാടിനോടെ ചില ക്രൈസ്തവ സംഘടനകൾ എടുക്കുന്ന സമീപനം നമ്മൾ കണ്ടതല്ലേ സ്മൃതി? കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും കഴിഞ്ഞ ന്യൂ ഇയർ കാലത്തും ക്രൈസ്തവ കേന്ദ്രങ്ങളിലെ BJP നേതാക്കൾ എത്തിയതും പാംപ്ലാനി ബിഷപ്പിൻ്റെ പ്രസ്താവനകളും റാഫേൽ തട്ടിൽ മുനമ്പ സമരകാലത്ത് നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, സമുദായ സംഘടന നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. സമുദായ സംഘടനാ നേതാക്കൾ പറയുന്ന കാര്യം ചില വിശ്വാസികൾ അനുസരിക്കും. കാരണം അനുസരിച്ച ചരിത്രം തൃശ്ശൂരിലുണ്ട്. കഴിഞ്ഞ ഇതിന് മുമ്പ് നടന്ന, അതായത് ഇപ്പോഴത്തേന് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ KP ധനപാലൻ തോറ്റ ഒരു കാലം, അവിടെ KP ധനപാലൻ തോറ്റപ്പോൾ അവിടെ മത്സരിച്ച ആം ആദ്മി പാർട്ടി നേതാവായ നോവലിസ്റ്റ് സാറാ ജോസഫിന് ലഭിച്ചത് 40,000 വോട്ടാണ്. ആ 40,000 വോട്ട് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ ക്രൈസ്തവ സഭയുടെ ഒരു സമീപനത്തിൻ്റെ കൂടി ആനുകൂല്യം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രണ്ടു കൂട്ടരുമുണ്ട്. സമുദായം പറയുന്നത് കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. പക്ഷേ സമുദായ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് കാര്യം, കേരളത്തിലെ 8 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം കൊണ്ട് അവർക്കുണ്ടായ നേട്ടം എന്താണ്? നേട്ടം ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇനിയൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ ഞങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ളൊരു രാഷ്ട്രീയ സമീപനം NSS എടുത്തത്. രാഷ്ട്രീയ സമീപനമാണത്, സംശയം വേണ്ട സ്മൃതി ആ കാര്യത്തിൽ. ശരി, ശ്രീ M ജയേന്ദ്രനിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശ്രീ M ജയേന്ദ്രൻ, താങ്കൾ ഈ CPMുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെ, പ്രിയപ്പെട്ട ശ്രീകുമാർ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഇത് NSSന്റെ രാഷ്ട്രീയ സമീപനം എന്നുള്ളതാണല്ലോ. ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ സമീപനമൊന്നും കാണേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതുപോലെ
ഈ മറ്റുള്ള എല്ലാവരും മുഖ്യമന്ത്രിമാരുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് ഈ വിഷയങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ മറ്റു 3 പേരും നടത്തുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം കൂടെ ഞാൻ പറയുകയാണ് സ്മൃതി. ഇവിടെ കോൺഗ്രസിന് UDF-ന് 2026 ഭൂരിപക്ഷം കിട്ടുന്നുവെന്നിരിക്കട്ടെ, മുഖ്യമന്ത്രിയാകാൻ വി ഡി സതീശൻ വിചാരിച്ചാലും നടക്കില്ല, രമേശ് ചെന്നിത്തല വിചാരിച്ചാലും നടക്കില്ല. ആ മുഖ്യമന്ത്രിയാവുന്നത് KC വേണുഗോപാലായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഈ ചർച്ചയിൽ പറയുന്നതിന്. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആകാതിരിക്കണമെങ്കിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാതിരിക്കുകയും ചെയ്യണമെങ്കിൽ മറ്റൊരു കാര്യം സംഭവിക്കണം. 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ താഴെ വീഴണം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം. അങ്ങനെ വരുമ്പോൾ ആ ക്യാബിനറ്റിൽ KC വേണുഗോപാൽ സുപ്രധാന ഒരു സ്ഥാനമുണ്ടാവും. അങ്ങനെയെങ്കിൽ മാത്രമേ UDF-ന് 26 ഭൂരിപക്ഷം കിട്ടിയാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാതിരിക്കൂ. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇതിപ്പോൾ ഒരു വിഷ്വൽ തിങ്കിങ് ആണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, ആരുടെ ഈ NSSന്റെ ഭാഗത്തു നിന്ന്. അതേസമയം വി ഡി സതീശൻ, വെള്ളാപ്പള്ളി നടേശന്റെ ഈ താല്പര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ലക്ഷ്യത്തിലാണ്. ഒരു 3-4 ദിവസം ഈ കാര്യങ്ങൾ നന്നായി ഓടണം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അതിനാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് 3-ാം തവണയും പിണറായി അധികാരത്തിൽ വരുമെന്നായിരുന്നല്ലോ. അപ്പോൾ അത് മാറി UDF അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞത് തന്നെ നല്ല കാര്യം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതെ 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 അത് പുള്ളി അത് നന്നായിട്ട് തന്നെ അത് ട്വിസ്റ്റ് ചെയ്തു സതീശൻ. പുള്ളിക്ക് മനസ്സിലായി, സതീശൻ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായി ഇത് അദ്ദേഹം അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ലൈംലൈറ്റിൽ നിർത്തുക, 3-4 ദിവസം ചർച്ചയിൽ മാധ്യമ വ്യാഖ്യാനങ്ങൾ ഇത് നിറയുക, ഇതാണ് താൽക്കാലിക ആവശ്യം. ആ താൽക്കാലിക ആവശ്യം തടയിടാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞത്. ഞാനതെല്ലാം ഉൾക്കൊള്ളുന്നു, തിരുത്തേണ്ടത് തിരുത്തും, പരിശോധിക്കേണ്ടത് പരിശോധിക്കും, എൻ്റെ നാക്കുപിഴ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും കൂടെ അദ്ദേഹം പറഞ്ഞല്ലോ. അത് ആ നിലയിൽ അദ്ദേഹം അതിനെ കാണുന്നുള്ളൂ. മറ്റേത് NSS മുഖ്യമന്ത്രി ഉണ്ടാക്കാനൊന്നുമല്ല രമേശ് ചെന്നിത്തലയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അവർക്ക് ശശി തരൂരിന്റെ അതൃപ്തി പരസ്യമാക്കണം, 1. 2, പിന്നെ KC വേണുഗോപാൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളല്ല ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ. പക്ഷെ നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സതീശനേക്കാളും കൂടുതൽ താല്പര്യമുള്ള രമേശ് ചെന്നിത്തലയെ അദ്ദേഹം വിളിക്കുന്നു, അതിനോട് യോജിക്കുന്നു എല്ലാവരും. അതാണ് വി ഡി സതീശൻ ഇന്ന് ചെയ്തത്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ ഗെയിം പ്ലാനിംഗ് ഒന്നും ഒരു കാരണവശാലും നടക്കില്ല എന്നേ. അതാണ് UDF-ന്റെ രാഷ്ട്രീയ പിന്നെ നിലയിപ്പോൾ അങ്ങനെയാണ്. നമ്മളതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ 2021 22 കോൺഗ്രസ് MLA-മാരാണല്ലോ ആകെ ജയിച്ചത്. അതില് പിന്നെ 13 പേര് രമേശ് ചെന്നിത്തലയെ പിന്താങ്ങുന്നവരായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവായത് വി ഡി സതീശനാ. എങ്ങനെയായത്? AICC തീരുമാനിച്ചു, വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ പിന്നെ മറ്റേ കേഡർ പാർട്ടിയായ CPM-ലല്ലേ അങ്ങനെയൊക്കെ മോളിയും തീരുമാനിച്ചാൽ നടക്കൂ എന്ന ചോദ്യം ചില നേതാക്കൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ പറഞ്ഞത്. അങ്ങനെയല്ല, ഇവിടെ തീരുമാനിച്ച ചരിത്രമുണ്ട്. AICC അത് 21-ലുണ്ട്, അത് 26-ലും ഭൂരിപക്ഷം UDF-ന് കിട്ടിയാൽ അതെങ്ങനെ നടത്തണമെന്ന് ഹൈക്കമാൻഡിന് അറിയാം, AICC-ക്ക് അറിയാം, അത് സംഭവിക്കുകയും ചെയ്യും. അതറിയാത്ത ഒരു കോൺഗ്രസ് നേതാക്കളും ഇല്ല. ഇവിടെ ഇരിക്കുന്ന N ശ്രീകുമാറിനോ പിന്നെ ജോർജ് പെടിപാറയ്ക്കോ മോഹൻ വർഗീസിനോ ഇതൊന്നും അറിയാത്തതാണെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ പിന്നെ എനിക്കത് പറയുന്നതിന് മടിയില്ലാത്തതാണ് ഞാനതങ്ങ് പറയുന്നത്. പക്ഷെ ഇപ്പോഴേ ഒരു മുഖ്യമന്ത്രിയെ അവർ പയ്യെ നർസറി ചെയ്ത് കൊണ്ടുവരുമൊന്നുമല്ല, അതൊന്നും കഴിയുകയുമില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ നേരത്തെയൊക്കെ നടന്നിട്ടുണ്ട്, നടക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ആ രാഷ്ട്രീയത്തിന്റെ പോക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് CPM-നോ LDF-നോ പിന്നെ ഒന്നും തന്നെ ഒരാശങ്കയും ഇപ്പൊ വെച്ച് പുറത്തേണ്ട കാര്യമില്ല. പിന്നെ മോഹൻ വർഗീസ് പറഞ്ഞതിൽ ഒരു ശക്തമായ തിരുത്തനിക്കുണ്ട് കേട്ടോ. ഒരു 100 വോട്ട് നിങ്ങൾ എടുത്തോളൂ, നായർ വോട്ടുകൾ 100 വോട്ട് എടുത്തോളൂ. ആ 100 വോട്ടിൽ ഇപ്പോഴും ഇന്നൊരു ഇലക്ഷൻ നടന്ന 60 വോട്ട് കോൺഗ്രസിന്റെ പെട്ടിയിലായിരിക്കും വീഴുക. ബാക്കി 40 വോട്ടുകളിൽ നേരത്തെ അത് 30 വോട്ടുകൾ CPM-നും അല്ലെ LDF-നും 10 വോട്ടുകൾ BJP-ക്കും കിട്ടുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ 10 വോട്ടുകൾ CPM അല്ലെ LDF-ന് കിട്ടും, 30 വോട്ടുകൾ BJP കിട്ടും എന്നതായി നില. അപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് 60 വോട്ട് കോൺഗ്രസിന് തന്നെ കിട്ടും. ഇപ്പോഴും 100 NSS വോട്ടെടുത്താൽ. അതാണ് ഇപ്പോഴത്തെ നില. താങ്കളത് അസസ് ചെയ്യാഞ്ഞിട്ടാണ്. ഞാൻ നന്നായിട്ട് അസസ് ചെയ്തിട്ടുണ്ട്, വളരെ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ അത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പം ശ്രീകുമാർ പറഞ്ഞു നിർത്തുമ്പോ പറഞ്ഞു എന്തോ താങ്കൾ പൂർത്തിയാക്കോളൂ. ഇവിടെ പിന്നെ അല്ല, ഒരു മിനിറ്റ്, ശ്രീ ജയേന്ദ്രൻ പറഞ്ഞു പൂർത്തിയാക്കൂ. അല്ല, ശ്രീകുമാർ പറഞ്ഞതുപോലെ
അല്ല, ശ്രീകുമാർ ഒടുവിൽ പറഞ്ഞു നിർത്തിയതാണല്ലോ, അതൊരു രാഷ്ട്രീയ സമീപനമാണ് NSSന്റെ. അല്ലല്ല, അതൊരു രാഷ്ട്രീയ അത് പൊളിറ്റിക്കൽ അപ്രോച്ചേ അല്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങളെ പൊളിറ്റിക്കൽ അപ്രോച്ചായിട്ട് കാണുമ്പോൾ നമ്മളാണ് തെറ്റായ റീഡിങ്ങിലേക്ക് പോകുന്നത്. ശരി, ശ്രീമോഹൻ. ഇവിടെ NSSനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, അതായത് NSSന്റെ വോട്ടുകളെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ച നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ. നായർ സമുദായത്തിൻ്റെ വോട്ടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം, അവകാശം NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് ഉണ്ട് എന്ന് കരുതാനാവില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു നായർ വോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്പ്രെഡിനെ കുറിച്ചാണ്. അല്ല എങ്കിൽ BJPക്ക് ഒരിക്കലും 20% വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ 20% വോട്ട് ഷെയർ ഉണ്ടാകും എന്ന് കരുതാനും ആവില്ല. ഒരു പക്ഷേ അത് കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്, സംസ്ഥാന യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ്, നമ്മുടെ ഇവിടെ ചർച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവിനെ കുറിച്ചാണല്ലോ. കോൺഗ്രസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ, ഏറ്റവും അധികം മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കും മുന്നോട്ട് പോകുന്നത്. അത് ചെന്നിത്തലയാണോ വേണുഗോപാൽ തന്നെ കോൺഗ്രസിൻ്റെ ഡിഫാക്റ്റോ ഒരു സോവറിൻ ആണെന്ന് ഇവിടെ പറയാമല്ലോ. വേണുഗോപാലിനെ മാറ്റി നിർത്തുക, വേണുഗോപാൽ ഭാവി മുഖ്യമന്ത്രി ആകില്ല എന്ന് പറയാനും ഉള്ള ഒരു മൗഢ്യം എനിക്കില്ല. അതുകൊണ്ട് ഒരു പക്ഷേ കൂട്ടപ്പൊരിച്ചിലുണ്ടാകുമ്പോൾ വേണുഗോപാലിനെ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായി ഹൈക്കമാൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അതും നിൽക്കട്ടെ. ഇവിടെ കോൺഗ്രസിൻ്റെ ഓപ്പറേഷണൽ ഡൈനമിക്സ് മാറി എന്ന് പറയാനുള്ള കാരണം, 2021 ശേഷം പരമ്പരാഗത അർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളില്ല, AI എന്ന ഗ്രൂപ്പുകളില്ല. സതീശൻ എന്ന വ്യക്തി ഒരിക്കലും ഒരു ഗ്രൂപ്പ് മാനേജർ ആയിരുന്നില്ല. അദ്ദേഹം ഒരു I ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഗ്രൂപ്പ് കോർഡിനേറ്ററോ ഗ്രൂപ്പ് മാനേജറോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് 2 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ നല്ലൊരു പങ്ക് ചെറുപ്പക്കാരാണ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഭാവി നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ. അതല്ലാതെ മുതിർന്ന നേതാക്കളുടെ പേര് താങ്കൾക്ക് പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ശ്രീമോഹൻ? അധികം ചൂണ്ടിക്കാണിക്കാനാവില്ല. മുതിർന്ന നേതാക്കളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാനാവില്ല. മുതിർന്ന നേതാക്കൾ, സ്മൃതി, മുതിർന്ന നേതാക്കൾ തീർച്ചയായും ചെറിയ തോതിൽ അപകടം മണത്തു. സതീശൻ്റെ ഈ പോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ, ഒരു 1/2 വർഷം കൂടെ മുന്നോട്ട് ഇതേ ബേസിൽ പോയി കഴിഞ്ഞാൽ സതീശൻ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ തോതിലുള്ള ഒരു മേൽക്കൈ ലഭിക്കും എന്നൊരു ചിന്തയുണ്ട്. ഇനി വരാൻ പോകുന്ന AICCയുടെ തീരുമാനം വന്നേക്കാം, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം വന്നേക്കാം. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വന്നാൽ, അങ്ങനെ ജയിച്ചു വരുന്ന യുവജനങ്ങളുടെ, യുവ കോൺഗ്രസ് MLA-മാരുടെ ഒരു നല്ല പങ്ക് ഒരു പക്ഷേ ഹൈക്കമാൻഡ് പറയും, ലെറ്റ് ദ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ഡിസൈഡ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഒരു പക്ഷേ സതീശന് കാര്യമായ മേൽക്കൈ ലഭിക്കും. ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹം അതുതന്നെയാണെങ്കിൽ അതിനകത്ത് KC വേണുഗോപാൽ ഇടം വിട്ട് വെട്ടിയില്ല എങ്കിൽ സതീശന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇത് നല്ല പോലെ അറിയുന്നത് കൊണ്ടാണ് സതീശൻ വളരെ സമർത്ഥമായിട്ട് കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ശരി, ശ്രീ ജോർജ് പുടിപ്പാറ, VD സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പാർലമെന്ററി നേതാവ് ഞാനല്ലേ, ഒരുമിച്ച് കൊണ്ടുപോകേണ്ടയാൾ ഞാനല്ലേ, എതിർശബ്ദം കേൾക്കുന്നില്ല എന്ന വിമർശനം ഉൾക്കൊള്ളുന്നു എന്നൊരു വാചകം കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അകന്നു നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ കൂടി ചേർത്ത് പിടിക്കാനുള്ളൊരു ശ്രമം ഈ ഘട്ടത്തിൽ നടത്തുകയാണ്. ഇപ്പോൾ ശ്രീ മോഹൻ പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിൽ കൂട്ടപ്പൊരിച്ചിൽ ഉണ്ടായാൽ എന്തും സംഭവിക്കാം. ശ്രീ ജയേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നു KC ആണ് വരിക എന്ന്. എന്താണ് താങ്കളുടെ ഒരു ടേക്ക്? ഞാൻ ഉറപ്പിച്ചു പറയാൻ ഇപ്പൊ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ഉറപ്പിക്കാനൊന്നും കഴിയില്ല. കാരണം അത് എന്താ പറയാ, ആത്യന്തികമായിട്ട് പാർട്ടിക്ക് കേരളത്തിലെ ഒരു ജനവികാരത്തെ അവഗണിക്കാനൊന്നും പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത 1.5 വർഷത്തിനപ്പുറത്തുള്ള തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ UDF സംവിധാനത്തെ, കോൺഗ്രസിനെ ഈ ഭൂരിപക്ഷം സീറ്റുകൾ നേടുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള ഒരു വലിയ കടമ്പയുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് ചാലഞ്ച്. ആ ചാലഞ്ചിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ആർക്കാണ് UDFന് ഏറ്റവും വലിയ വോട്ട് ക്യാച്ചർ ആകാൻ കഴിയുന്നത്? അതാണല്ലോ സ്മൃതി, ഏറ്റവും വലിയ $1 മില്യൺ ക്വസ്റ്റ്യൻ അതാണല്ലോ. രമേശ് ചെന്നിത്തലയ്ക്കാണോ ആ ഒരു ക്യാപ്റ്റൻ റോൾ അഭിനയിക്കാൻ കഴിയുക? അത് VD സതീശനാണോ ആ ക്യാപ്റ്റൻ റോൾ അഭിനയിക്കാൻ കഴിയുക? ആ ക്യാപ്റ്റൻ റോളിന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രൈസ് ആണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനം. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നേരത്തെ പറഞ്ഞ ഒരു വാചകം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. VD സതീശൻ ഈസ് എ ബെറ്റർ ഇലക്ഷൻ മാനേജർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അദ്ദേഹത്തിന് കുറച്ചുകൂടി കോൺഗ്രസ് അണികളിലേക്ക് ആവേശം ഇഞ്ചക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം. കുറച്ചുകൂടി പ്രതീക്ഷയും പ്രത്യാശയും UDF സംവിധാനത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരാം.
മാത്രമല്ല UDFന്റെ എല്ലാ കാലത്തെയും വലിയ ശക്തിയായ പിൻബലമായ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ കുറെ കൂടി സ്വീകാര്യത സംഭരിക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടക്കുന്നു. ഭാഗികമായിട്ടല്ല, വലിയൊരു പരിധി വരെ അദ്ദേഹം ഓൾറെഡി വിജയിച്ചിട്ടുമുണ്ട്. ശരി, പ്രായോഗികമായ ചില പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം വന്നത് ഇതാദ്യമായിട്ടാണ് ആ തരത്തിൽ ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ച് കാണുന്നത് എന്നുള്ളത് ആണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, ശ്രീ ജോർജ് പുടിപാറ, ഡോക്ടർ മോഹൻ വർഗീസ്, M. ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്ത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.